കേരളത്തിലെ പ്രതിപക്ഷത്തിന് ബമ്പർ ലോട്ടറി അടിച്ച ഒരു പ്രതീതിയാണ് ആന്റണി രാജുവിനെതിരായ കോടതി വിധിയിലൂടെ ലഭിച്ചത്. നോക്കൂ, ആന്റണി രാജു LDFിൻ്റെ 11 ഘടകകക്ഷികളിൽ ഒന്നായ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഏകമുഖം അറിയപ്പെടുന്ന ഏകമുഖം ആയിരുന്നു. മാത്രമല്ല, ആന്റണി രാജു തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം, ഇപ്പോൾ അത് തിരുവനന്തപുരം മണ്ഡലം എന്നാണ് പറയുക, നിയമസഭാ മണ്ഡലത്തിലെ സാമാജികനുമാണ്, MLA ആണ്, മുൻ മന്ത്രിയാണ്, 2.5 വർഷം മന്ത്രിസ്ഥാനം വഹിച്ച ആളുമാണ്. ലത്തീൻ കത്തോലിക്ക കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു വാതായനം കൂടിയാണ് ലത്തീൻ സമുദായക്കാരനായ ആന്റണി രാജു. ചില മണ്ഡലങ്ങളൊക്കെ അങ്ങനെയാണ്. പിടിച്ചെടുക്കണമെങ്കിൽ, ഇടതുപക്ഷത്തിന് ബാലികേറാമലയാകുന്ന ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ചാൽ സാധിക്കാത്ത ഇടങ്ങളിൽ മറ്റ് ചില പാർട്ടികൾ കടന്നു കയറാൻ കഴിയും. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്ക് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ക്രൈസ്തവ ഇടങ്ങളിലേക്ക്, അരമനകളിലേക്ക് പ്രവേശനം സാധ്യമാകുന്നതിന് വാതിലായി പ്രവർത്തിക്കുന്നു. സമാനമായി തീരദേശ മേഖലയിലേറെയുള്ള ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളത്തിൻ്റെ പടിഞ്ഞാറുള്ള മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയായ ചില മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അവിടെയൊക്കെ ഒരു സാന്നിധ്യം അറിയിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഇങ്ങനെയുള്ള ബാന്ധവങ്ങൾ ആവശ്യമാണ്. ഇപ്പോഴിതാ 3 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. തൊണ്ടി മുതൽ മുക്കി ഓൾട്ടറേഷൻ വരുത്തി വലിയ പുലിവാല് പിടിച്ച ആന്റണി രാജു. നോക്കൂ, സായിപ്പ് വന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നയാൾ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കിടത്തിയ നിരോധിത മയക്കുമരുന്ന്, ആ കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി കിട്ടാൻ വേണ്ടി കോടതിയിലെത്തുമ്പോൾ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോകാൻ വേണ്ടി തൊണ്ടി മുതലായ ആ ഓസ്ട്രേലിയൻ സ്വദേശിയുടെ അടിവസ്ത്രം, ആ അടിവസ്ത്രമാണ് തൊണ്ടി മുതൽ, ആ തൊണ്ടി മുതൽ കൈവശപ്പെടുത്തി അത് ഘടനാപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെ കൊണ്ട് അത് ചോദിച്ച് വാങ്ങിപ്പിച്ച് ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ പബ്ലിക് സർവൻറ്റ് കൂടിയായ 1-ാം പ്രതിയുടെ കൂടെ സാന്നിധ്യത്തിൽ ഇതിന് രൂപം മാറ്റം വരുത്തി വിട്ട് ചുരുക്കി ചെറുതാക്കി അത് കോടതിയിൽ വീണ്ടും ഹാജരാക്കിയപ്പോൾ അനുകൂലമായ വിധി കിട്ടി. വിദേശി തലയൂരി പോവുകയും ചെയ്തു. പക്ഷേ അന്നുണ്ടായ സംശയമാണ്, ഇത്രയും വർഷമായി ഹോണ്ട് ചെയ്യുന്ന 1990-91 നടന്ന കേസാണ്. ഇപ്പോൾ വർഷം 2026 ഇപ്പോഴാണ് വിധി വരുന്നത്. കഴിഞ്ഞ 13 വർഷമായിട്ട് നിരന്തരമായ പോരാട്ടത്തിലാണ്, നിയമ പോരാട്ടത്തിലാണ്. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് ശ്രീ ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. 2016 അതിനു മുൻപ് അദ്ദേഹം സംയുക്ത കേരള കോൺഗ്രസ് മാണി ജോസ് വിഭാഗങ്ങൾ ലയനത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനു മുമ്പ് PJ ജോസഫിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനു മുൻപ് R ബാലകൃഷ്ണപിള്ളയോടൊപ്പം ഉണ്ടായിരുന്നു. തൻ്റെ വിദ്യാർത്ഥി ജീവിതം തുടങ്ങിയ സമയത്ത് KM ജോർജിനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കേരള കോൺഗ്രസിനും കയറി ഇറങ്ങിയ ഒരു ആളാണ് ആന്റണി രാജു എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് എന്ന ഘടക കക്ഷി ഇപ്പോൾ മത്സരരംഗത്തിന് ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. കാരണം ആന്റണി രാജു അല്ല എങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർത്താൻ ആ പാർട്ടിക്ക് കഴിയുമോ? വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുക്കുന്നതിൻ്റെ ഔചിത്യം ഇനി മാർക്സിസ്റ്റ് പാർട്ടി CPM 100 വട്ടം ആലോചിക്കില്ലേ? അതുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര ചിഹ്നത്തിലോ ഒരു CPM സ്വതന്ത്രനോ ഒരു CPM നേരിട്ടോ അവിടെ മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ആന്റണി രാജു ഇപ്പോൾ അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് 6 വർഷത്തേക്ക് അയോഗ്യത വരികയാണ്. അത് മാറണമെങ്കിൽ അപ്പീലിലൂടെ അത് സാധിക്കും. ഇപ്പോൾ അടുത്ത 3 മാസത്തേക്ക് നടക്കില്ല. കാരണം ഈ അപ്പീൽ പോയി കഴിഞ്ഞാലും അനുകൂലമായി വിധി ലഭിക്കാൻ കുറേ കാലമെടുക്കും. അദ്ദേഹത്തിന് MLA സ്ഥാനം ഡിഫാക്ടോ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. കാരണം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും കോടതി വിധികൾ അനുസരിച്ചും 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ വിധിക്കപ്പെടുന്ന ഏത് ആൾക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ 6 വർഷത്തേക്ക് വിലക്കുണ്ട്. ഈ 6 വർഷം ഒരു നിർണായക കാര്യമാണ്. 2026 ഏപ്രിൽ മെയ്യിൽ നടക്കേണ്ട സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി ആന്റണി രാജുവിനെ മത്സരിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്ന അവസാന ദിവസത്തിന് മുൻപ് തന്നെ അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടാകണം. മേൽക്കോടതിയിൽ നിന്നും ഒരു സ്റ്റേ ഉണ്ടാകണം. ഇപ്പോൾ ലഭിച്ച 3 വർഷത്തെ തടവ്, അതിനെതിരെയുള്ള ഒരു സ്റ്റേ ഉണ്ടാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ശിക്ഷാ വിധിയിൽ നിന്ന് മോചിതമാക്കിക്കൊണ്ടുള്ള ഉത്തരവുണ്ടാകണം. അതില്ല എങ്കിൽ സംഭവിക്കാൻ സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മറ്റൊരാൾ മത്സരിക്കേണ്ടി വരും. ഇനി 2031 തെരഞ്ഞെടുപ്പിൽ പോലും 6 വർഷം പൂർത്തിയാവുന്നില്ല. അപ്പോൾ പോലും
അപ്പോൾ അടുത്ത തവണ പോലും മത്സരിക്കാനുള്ള അവസരമുണ്ടാകില്ല. അപ്പോൾ ഇപ്പോൾ 70 വയസ്സിനോടടുപ്പിച്ചുള്ള ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇതെങ്ങനെയാണ് UDF എന്ന പ്രധാന പ്രതിപക്ഷം, BJP അവിടെ മാറ്റി നിർത്തുക, തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് ഒരുപക്ഷെ വലിയ സാന്നിധ്യം ഉണ്ടാവില്ല. തിരുവനന്തപുരം ചുറ്റുപാടുമുള്ള മറ്റു മണ്ഡലങ്ങളിൽ നേമം, കാട്ടാക്കട, അതുപോലെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ് BJP. പക്ഷേ തീരദേശ മേഖലകൾ അടങ്ങുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും വിജയിച്ചു വരാവുന്നൊരു സാഹചര്യം ഒരുപക്ഷെ LDFനോ UDFനോ ആണ്. അതുകൊണ്ട് UDF കണ്ണുകൾ വിടർന്ന രൂപത്തിലാണ് ഇപ്പോൾ UDF. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആകാൻ സാധ്യതയുള്ളത് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ആണ്. ഒരുപക്ഷെ നഗരമണ്ഡലങ്ങളിൽ BJP വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു. അപ്പോൾ BJPയുടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഈ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ രണ്ടായി വിധിച്ചു പോകും. ചില പ്രയോജനം LDFനും അങ്ങനെ കിട്ടും, BJPക്കും ചില പ്രയോജനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി UDFന് മാത്രമാണ് എന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാനും ആവില്ല. കാരണം അതെന്തുകൊണ്ടാണ്? UDFന് അനുകൂലമാണെന്ന് പൊതുവെ പറയുമ്പോഴും അതിശക്തമായി ഗവൺമെൻറ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഭവിക്കുമ്പോൾ പിണറായി വിജയൻ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ചിന്ത രണ്ടായി വീതിച്ചു പോവുകയും അങ്ങനെ ചെറിയ ആശ്വാസം CPMനും പിണറായി വിജയനും ലഭിക്കുകയും ചെയ്യും എന്ന ഒരു സാമാന്യ യുക്തിയെ നമ്മൾ തൃണവൽഗണിക്കരുത്. ഇനി UDFൻ്റെ സാധ്യതകളിലേക്ക് കൂടി വരാം. ഈ ആന്റണി രാജുവിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നോക്കൂ, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ 3 പ്രധാന റീത്തുകൾ, കത്തോലിക്ക വിഭാഗത്തിൻ്റെ 3 പ്രധാന റീത്തുകളിൽ ഒന്നാണല്ലോ ലത്തീൻ റീത്ത്, റൈറ്റ്. അതായത് ഒന്ന് സീറോ മലബാർ വിഭാഗം, മറ്റേത് സീറോ മലങ്കര വിഭാഗം, മറ്റേത് ലത്തീൻ വിഭാഗം. ഈ ലത്തീൻ വിഭാഗം പൂർണ്ണമായി ഏതാണ്ട് തീരദേശ മേഖലയിലാണ്. തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവിടേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എറണാകുളത്തിൻ്റെയൊക്കെ പടിഞ്ഞാറൻ മണ്ഡലങ്ങളിൽ നേരത്തെ ജയിച്ചു വന്നു. കഴിഞ്ഞ 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ സാധിച്ച പ്രത്യേക സാഹചര്യം കൊണ്ടാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ UDFന് അനുകൂലമാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സിംഹഭാഗവും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മഹാഭൂരിപക്ഷവും ഇപ്പോൾ UDFനോടൊപ്പം ഗാൽവനൈസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെ പൂർണ്ണമായി തള്ളിക്കളയാൻ LDF തയ്യാറാവാത്തതും പിണറായി വിജയൻ ചില വർഗീയ ചുവയുള്ള പരാമർശങ്ങൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുമ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതും. അതുകൊണ്ടാണൊരു ഭൂരിപക്ഷ കൺസോളിഡേഷൻ സാധ്യമാകുമെങ്കിൽ അത് BJPക്ക് പോകാതെ LDFന് CPMന് അനുകൂലമായി വരട്ടെ എന്ന ഒരു ചിന്ത അതിന് പിന്നിലുണ്ടാവാം. ഇതിനെല്ലാം പശ്ചാത്തലത്തിലാണ് ശബരിമല വിവാദവും കൂനിന്മേൽ കുരു എന്ന നിലയിൽ, അല്ല എങ്കിൽ ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നതിന് സമാനമായ സാഹചര്യത്തിൽ ഇതാ ഒരു മുൻ മന്ത്രി, LDFൻ്റെ മാനസപുത്രൻ, CPMന് വളരെ വേണ്ടപ്പെട്ടയാൾ, മുൻ മന്ത്രി, ഇപ്പോഴത്തെ MLA ഇതാ അഴിക്കുള്ളിലാകുന്നു. അല്ലെങ്കിൽ കുറ്റാരോപിതനാണ്, ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ജാമ്യം ലഭിച്ചില്ല. ജാമ്യം ലഭിക്കുന്നു, അത് വേറെ കാര്യം, പക്ഷേ ശിക്ഷ ഇളവാക്കി കൊടുത്തിട്ടുമില്ല. ആ ഘട്ടത്തിൽ നോക്കൂ എത്ര കളങ്കിതരെയാണ്. സ്ത്രീ വിഷയത്തിൽ കളങ്കിതരായ പലരും LDFൻ്റെ MLAമാരായിട്ടുണ്ട്, മന്ത്രിമാരായിട്ടുമുണ്ട്. പാർട്ടിയുടെ CPMൻ്റെ ഉന്നത നേതാക്കളിൽ പലരും, 2 ശശിമാർ, അതുപോലെ CPMൻ്റെ നോമിനിയായി വന്ന മുകേഷ് കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന, അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് പോലും കൊടുത്തു, അദ്ദേഹം പരാജയപ്പെട്ടു. ഗതാഗത മന്ത്രി ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ ആരോപിതനായ ആളാണ്. സമാനമായ ആരോപിതനായ ആളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ആളിക്കത്തിക്കാനാണ് LDFൻ്റെ ശ്രമം എങ്കിൽ മറുപക്ഷത്തെ ഏറെ പേരെ ഡിഫെൻഡ് ചെയ്യേണ്ട ഗതികേടുണ്ടാകും സ്ത്രീ വിഷയത്തിൽ. അല്ലെങ്കിൽ ലൈംഗിക ആരോപണം നേരിടുന്ന ആളുകളുടെ വലിയൊരു നിര തന്നെ ഇടതുപക്ഷത്തുണ്ട്, UDFലുമുണ്ട്, ഇല്ലെന്നല്ല, എല്ലായിടത്തുമുണ്ട് ഈ വിഷയം, എല്ലായിടത്തുമുണ്ട്. പക്ഷേ പ്രതിരോധിക്കേണ്ട ചുമതല ഇപ്പോൾ യഥാർത്ഥത്തിൽ CPMനെ വന്നു ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയുടേത് സ്ത്രീ വിഷയമല്ലല്ലോ, കൃത്യമായ ഒന്ന് ആചാരലംഘനം. ഇപ്പോൾ വീണ്ടും ഫ്രഷായി ആചാരലംഘനമൊക്കെ, ബിന്ദു അമ്മണിയൊക്കെ അകത്ത് കയറ്റിയതിൻ്റെ പിന്നിലെ പാപഭാരം അത് കഴുകിക്കളയാൻ LDFന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. കാരണം BJP ഒരിക്കൽ കൂടി രംഗത്ത് വരികയാണിപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശബരിമല ഒരു ഫോക്കസ് ഓഫ് അറ്റൻഷനായി മാറുന്നു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ അഴിമതിയില്ല.
ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയമെന്ന് പറഞ്ഞ കൃത്യമായ അഴിമതിയാണ്, ഗൂഢാലോചനയാണ്. പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ ഇടപെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി ഒരു ആസൂത്രണത്തിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രിയുടെ, ഇപ്പോഴത്തെ കഴക്കൂട്ടം MLA-യുടെ ചിന്തകൾ ഉണ്ട് എന്ന് പൊതുജനം പൊതുവെ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അഴിമതിയോടൊപ്പം തന്നെ ഈ തൊണ്ടി മുതൽ വിഷയം, ഇതും ഒരുതരം അഴിമതിയാണ്. ഇത് ഒരുപക്ഷെ ഈ വിദേശിയുടെ കയ്യിൽ നിന്നും ഏറെ പണം വാങ്ങി അദ്ദേഹത്തെ ഊരിക്കൊടുക്കുന്നതിന് വേണ്ടി അധാർമികമായ പ്രവർത്തനം തൻ്റെ വക്കീൽ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് നടത്തിയെങ്കിൽ ധാർമ്മികതയ്ക്ക് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഏറെ പേരെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ട്രാക്ക് റെക്കോർഡ്, MLA-മാരെ നിലനിർത്തുന്ന ട്രാക്ക് റെക്കോർഡ്, അവർക്ക് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ ഒരു ഔചിത്യം, ഇതെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ UDF-ഉം BJP-യും പ്രചരണായുധങ്ങളാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വളരെ വലിയ തിരിച്ചടിയാണ് CPM-ന്. ഒരു അശ്വിനിപാതം പോലെ ഒന്നിനുമേൽ ഒന്നായി ഈ അവസാന നിമിഷത്തെ റൺ അപ്പ് ടു ദ ഇലക്ഷൻ, എ മാജിക് ഫിഗർ ഓഫ് 100, 100 ദിവസങ്ങളില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ. ഇനി ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന വാക്കുകൾക്ക് ശേഷം ഒരു 100 ദിവസങ്ങൾ പോലും ഉണ്ടാവില്ല. അതിന് മുൻപ് തന്നെ വിജ്ഞാപനം വരും. അതിന് മുമ്പ് തന്നെ വേണ്ട ഫയർ ഫൈറ്റിംഗ് നടക്കാൻ LDF-ന് സാധിക്കുമോ എന്നത് ചിന്തനീയമായ ഒരു കാര്യമാണ്.